നമസ്കാരം. കഥയില്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ. എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ സ്നേഹമായിട്ട് നോക്കിക്കൊണ്ടിരുന്നൊരു വീട്, അയാൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു, ചെലവിന് തരുന്ന ആളാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു അതിസാമർഥ്യം എന്ന് വേണേൽ പറയാം. അവിടെ നിന്ന് കുറേ പൈസ കടം മേടിക്കുക, അത് റോൾ ചെയ്യുക, പിന്നെ അത് 10,000 ആകുക, അപ്പോഴത്തേക്ക് 6,000 രൂപ പലിശയാകുക, 5,000 മേടിച്ചത് 6,000 ആകുക, പിന്നെ അത് 8,000 ആകുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഇയാൾ തന്നെ മഹാഗണി വിറ്റും പോത്തിനെ വിറ്റും കടം തീർക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് തന്നെ അത് നേരിട്ട് ചെയ്തൂടെ? എന്തിനാണ് ഈ കടം മേടിക്കാനും ഈ റോൾ ചെയ്യാനും ഒക്കെ നടക്കുന്നത്? എന്റെ ഇഷ്ടത്തിന് വാങ്ങിക്കുന്നതല്ല, പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. എവിടെ പോയി അല്ല, അങ്ങനെയാണെങ്കിൽ മഞ്ജു എവിടെ ഞാൻ വാങ്ങിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞോണ്ട് തന്നെ ഒരു ഗ്യാസ് എടുത്ത് പറ്റുള്ളൂ. ഇത് എന്ത് കാര്യം നമ്മൾ നേടിയിരിക്കണം. അപ്പോൾ എന്നില്ല ഇപ്പം നിന്നാൾ ഒരു വഴക്കുണ്ടാകാൻ കാരണം ഇപ്പം വീട്ടിൽ ഒരു പാത്രം അലമാരെല്ലാം കൂടെ മേടിച്ചു, അതിന് വീട്ടിൽ വരും തിരക്കിന്, മാസം തോറും ഇനിയിപ്പം ആഴ്ചയിലെ പൈസയ്ക്ക് വരും. അപ്പോൾ പൈസ കൊടുക്കാൻ അതൊക്കെ വിട്ടേക്കും. ഇനിയിപ്പോ നമുക്ക് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കൊടുത്ത് എന്തിനാ ചെലവാക്കണം? നമ്മളെ വരുമാനത്തിനൊത്ത ചെലവാക്കാവും. സുനിൽ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ വന്ന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് എന്താ കാര്യം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അയാൾ അതിന് വേണ്ട നടപടിക്രമം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും. മനസ്സിലാവുണ്ടോ? അത് മാത്രം ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ മുമ്പ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മകൾക്കും മകനും അവർക്കും നിങ്ങളെ വേണ്ടാതെയാവും. ആർക്കും വേണ്ടാതെയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ വരെ മനസ്സിലാക്കണം പ്രശ്നം എവിടെയാണെന്നുള്ളത്. അതിന് ഡോക്ടറെ കാണേണ്ടി വരും. അതിപ്പോൾ ഭാര്യ മാത്രമല്ല, നഴ്സിങ്ങിന് പഠിക്കുന്ന ആ മകളോട് പറഞ്ഞാൽ മകളും പറയും, ആ മകളെയും വിളിക്കും ഡോക്ടർ. എല്ലാ ആൾക്കാരെയും കാണേണ്ടി വരും ഡോക്ടർക്ക്, ആരുടെ കയ്യിലാ തെറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 2 പേരോടാണ് കടപ്പാട്, പെറ്റ അമ്മയോടും പെറ്റ മക്കളോടും. ഭാര്യയുടെ കാരണത്തിനല്ല. ഈ 2 പേരുടെയും മുമ്പിൽ നിങ്ങളുടെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത്, നിങ്ങളുടെ സത്യസന്ധമായിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ അത് ഒരു എന്താ പറയുക, അത് നിങ്ങളുടെ അവകാശമാണ്. സുനിലിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ തെറ്റ് പറ്റാറില്ലേ? മനുഷ്യനല്ലേ, തെറ്റ് പറ്റാറില്ലേ? ചാരായം കുടിക്കുന്ന ഒരു തെറ്റല്ലേ? ആ സ്ത്രീ അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ആ സ്ത്രീ നിങ്ങളെ അടിക്കാറുണ്ടോന്നാ പറയണേ. നിങ്ങൾ ചാരായം കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആ സ്ത്രീ നിങ്ങളെ അടിക്കാറുണ്ടോന്നാ ചോദിക്കണേ. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്താൽ അടിക്കാൻ പാടില്ലല്ലോ. അതോ ഭാര്യ അടിക്കരുതെന്നാണോ, ഭർത്താവിന് അടിക്കാന്നാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അവരും ഒരു മനുഷ്യ സ്ത്രീ, നിങ്ങളും ഒരു മനുഷ്യൻ. 2 പേർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ പറ്റും. പക്ഷെ അടി ഒരു പരിഹാരമല്ല. ദേഹം ഉപദ്രവിക്കരുത്, അതിനുള്ള അധികാരം നമുക്കുണ്ടോ? ഒരു മനുഷ്യജീവിയെ നമ്മൾ വേദനിപ്പിക്കുന്നത് എന്ത് കാര്യം? സുനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവരുടെ കൂടെ കുടുംബമായിട്ട് ജീവിക്കാൻ സുനിലിപ്പം തയ്യാറായിട്ടുണ്ട്, അവരുമുണ്ട്. പക്ഷേ അവർ ഈ താമസിക്കുമ്പം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ താമസിക്കുമ്പം തന്നെ നിങ്ങൾ 2 പേരും ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നത് വേണ്ട. അവരിപ്പോ ഈ അടുത്തടുത്ത വീടാണ്. അവര് ഡോക്ടറെ ആദ്യം കാണട്ടെ. അത് ഉടനെ തന്നെ പറ്റുമെങ്കിൽ നാളെ തന്നെ കണ്ട് നിങ്ങൾ ആ ഡോക്ടർ പറയുന്നത് പോലെ എന്തൊക്കെയാന്ന് വെച്ച് ചെയ്യുക. എന്നിട്ട് 6 മാസം എന്താ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ആ സന്തോഷം ഞങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കുക. ഞങ്ങൾ ഒരുമിച്ചായി
എന്നുള്ളത് അത് അറിയിച്ച് ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേരും. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. ആസ് എ ജുഡീഷ്യൽ മെമ്പർ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഈ അഭിപ്രായത്തിനും ഈ തെറ്റിദ്ധാരണത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം ഈ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഒരു പരിധി വരെയെങ്കിലും ഈ നിങ്ങളുടെ മനസ്സിലുള്ള ഈ തെറ്റിദ്ധാരണകൾ പലതും. അതുകൊണ്ട് ആണ് ഞങ്ങൾ പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ എങ്ങനെയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയൊക്കെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സൈഡിലും പല വീഴ്ചകളുണ്ട്. ഇവരെല്ലാം പറഞ്ഞു. അതായത് നിങ്ങൾ പണം പല ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നു, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വീണ്ടും മേടിച്ചിട്ട് തിരികെ കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവുമായിട്ട് ആലോചിച്ച് ഭർത്താവിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം കൂടെ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അറിവോട് കൂടി ചെയ്യുന്നതല്ലേ ശരി. അപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ രണ്ടുപേരും ഇഷ്ടം പോലെ ജീവിക്കുക. പിന്നെ ചില സംശയങ്ങൾ, ഇപ്പം ഒരു ഭർത്താവിന് സംശയം ഉണ്ടാകുന്ന രീതിയിൽ കഴിയുന്നതും ഒരു ഭാര്യ പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ ഒരു സംശയം മനസ്സിൽ ഉടലെടുത്താൽ അത് പെട്ടെന്ന് പോയി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രയുമേ ഉള്ളൂ. ഇതിനാര് തെറ്റുകാരാണ്, ആരാണ് പറയുന്നത് ശരി എന്നുള്ളത് ഈ ഒരു ഡോക്ടറുടെയൊക്കെ പോയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ രണ്ടുപേരുടെ അഭിപ്രായം നിങ്ങൾക്ക് പിന്നെ മക്കളുമൊത്ത് കുടുംബസഹിതം സന്തോഷത്തോടെ താമസിക്കണമെന്ന് തന്നെയാണ്. ഇയാളിൻ്റെ അമ്മയ്ക്കും അതാണ് അഭിപ്രായം, ഇയാളുടെ ചേച്ചിക്കും അതാണ് അഭിപ്രായം, ഞങ്ങളുടെയും അഭിപ്രായം അതാണ്. ഇപ്പം എന്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വിടാൻ അല്ലെങ്കിൽ ഒരുമിച്ച് യോജിച്ച് താമസിക്കണമെന്ന് പറയാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് കാര്യങ്ങളുടെ ഒന്ന് നേരെയായിട്ട് നിങ്ങളുടെ തെറ്റുകൾ ആരുടേതാണെന്നും എന്താണെന്നും രണ്ടുപേർക്കും ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ യോജിച്ച് താമസിക്കുമ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല. അതായിരിക്കും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ രണ്ടുപേരും സഹകരിക്കണം. സുനിൽ സഹകരണം കറക്റ്റ് അത് തയ്യാറാണല്ലോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവർ സുനിലും മഞ്ജുവും അവർ പരസ്പരം സ്നേഹിച്ച് വിവാഹിതരായി. അവർ നീണ്ട 13 വർഷം സ്നേഹത്തോടെ ജീവിച്ചു, വളരെ സ്നേഹത്തോടെ, ഒരു പരാതിയില്ലാതെ ജീവിച്ചു. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത ഒരു കളവായ എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്, കളവായിരിക്കും, ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരു സംശയം ഉണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അത് ഈ സുനിലിൻ്റെ ഉപദ്രവം, ശാരീരികമായിട്ടുള്ള പീഡനമാണ് ഇവിടെ ഏറ്റവും പ്രശ്നം. അത് സുനിലിന് ശരിക്കും സ്വയം എന്തെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ അതിനൊരു സത്യമാണെന്ന് അറിഞ്ഞിട്ടോ അല്ല. പക്ഷേ സുനിലിനെ ഈ എന്താ പറയുന്നത്, നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോൾ സുനിലിനെ ഓരോരുത്തർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന, കൂട്ടുകാരെന്ന് പറയുന്നവർ നല്ല ഉദ്ദേശത്തിലല്ല, അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സുനിലിൽ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് സുനിലിന് ഇത്രയ്ക്കും വിരോധം മഞ്ജുവിൻ്റെ അടുത്ത് വന്നേക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ വന്നേക്കുന്നതാണിത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അത്ര വലിയ മാറ്റാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. സുനിലിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ സംശയം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. മഞ്ജു പിന്നെ ഈ പൈസ കടം വാങ്ങിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അത് അത്യാവശ്യത്തിന് വേണ്ടി സുനിൽ പറഞ്ഞിട്ട് വാങ്ങിച്ചത് കൊണ്ട് മഞ്ജു തനിച്ച് വാങ്ങിച്ചത് മക്കളുടെ കാര്യത്തിനും മോൾക്ക് ഫീസ് കൊടുക്കാനും എല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് തെറ്റാണെന്ന്. ഇത് മാർഗമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന. അത് ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, 18 വയസ്സ് കഴിഞ്ഞ ആണ് മകളിപ്പം BSc നേഴ്സിങ്ങിന് പഠിക്കുന്ന മോൾക്ക് നല്ല ഫീസുണ്ട്, നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷേ ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സുനിലിന് സന്തോഷമാണ് ഭാര്യയുടെ കൂടെ താമസിക്കാനെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കണ്ട് ആ സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് നിങ്ങളെല്ലാവരും അതുമായിട്ട് സഹകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഇനി ജീവിക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ മക്കൾക്കും സന്തോഷമാകും. ആസ് എ സോഷ്യൽ വർക്കർ രണ്ടുപേരിലും കുറേ മാറ്റങ്ങൾ
ഉണ്ടാവണം. എന്നുവെച്ചാൽ മഞ്ജു ആണെങ്കിലും മഞ്ജുവും കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് കുറച്ചുകൂടി ജീവിതം കുറച്ചുകൂടി ആസൂത്രണം ചെയ്ത് മുന്നിൽ കണ്ടൊക്കെ ജീവിക്കണം. എനിക്ക് തോന്നുന്നത് ഇപ്പം ഗ്യാസ് മേടിച്ചു, ഗ്യാസ് വേണ്ടെന്നല്ല, പക്ഷെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരുപാട് വിറകും അതും ഇതൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ നമുക്ക്. മീൻസ് ഞാനൊരു ഉദാഹരണം കോട്ട് ചെയ്ത് പറയാണ്. ജീവിതത്തിന് തന്നെ ഒരു പ്രയോറിറ്റി ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഒരു മുൻഗണന. ആ മുൻഗണന അടിസ്ഥാനത്തിലൊക്കെ ജീവിച്ചാൽ, അതുപോലെ എനിക്ക് തോന്നിയത് BSc നഴ്സിങ്ങിന് മോളെ വിട്ടിരിക്കുന്ന മംഗലാപുരത്താണ്. വൻ ഫീസ് കൊടുത്താണ് സാധാരണഗതിയിൽ ആളുകൾ ഈ പുറത്തൊക്കെ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അച്ഛനമ്മമാരെന്നുള്ള നിലയിൽ അങ്ങനെ പഠിപ്പിക്കാം. പക്ഷേ അതിനുള്ള സാധ്യത, അതിനുള്ള പൈസ, പണം, അത് 4 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, എവിടെ നിന്ന് രൂപ വരും, ലോണിനുള്ള ഇതുണ്ടോ, ഇതെല്ലാം ആലോചിക്കാതെ ഒരു എടുത്തുചാട്ടം ഒരിക്കലും ജീവിതത്തിൽ പാടില്ല. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ വർഷവും അടയ്ക്കേണ്ട തുക ലോൺ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് അത് കൃത്യമായിട്ട് പോയി ആ കുട്ടിയെ പാസ്സാക്കി എടുത്ത് അതിനൊരു ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പം ഞാൻ വീണ്ടും പറയുന്നതാണ്, ഒരു ആസൂത്രണം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയ്ക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ആവശ്യമാണ്. ഈ പൈസ റോൾ ചെയ്യുന്ന രീതികൾ തന്നെ ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും നല്ലതല്ല. അതേപോലെ അച്ചടക്കം സാമ്പത്തിക പ്രശ്നത്തിൽ മാത്രമല്ല വേണ്ടത്. ഒരു 10-24 വയസ്സുള്ള കുറച്ച് ചെറിയ കുട്ടി, മീൻസ് നമ്മുടെ വീട്ടിൽ വരുന്ന ബന്ധുക്കളെ പോലെ കയറി ഇറങ്ങി നടക്കുന്ന ആൺകുട്ടികളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ ഉള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും എനിക്കിത് ആലോചിക്കാൻ പോലും വയ്യ. സംശയമായിട്ട് അമ്മ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ തന്നെ കയറിപ്പോകും. പിന്നെയും അവരുമായിട്ട് ബന്ധങ്ങൾ പുലർത്തി. ഒന്നും മനസ്സിലില്ല എന്ന് തന്നെ വെച്ചോ. ഒരു ഭർത്താവിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യാം. നമുക്ക് അതൊക്കെ വേണ്ട എന്ന് വെക്കാവുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് നമ്മൾ വെക്കണമായിരുന്നു മഞ്ജു. അങ്ങനെയുള്ള ഇതൊന്നും ഒരു കുറ്റപ്പെടുത്തലായിട്ട് എടുക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് വിടുകയാണ്. ഇനി സുനിലിൻ്റെ കാര്യം, മദ്യപാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നല്ലൊരു ശീലമല്ലെന്ന് സുനിലിനോട് ചോദിച്ചാൽ സുനിൽ പറയോ ഇത് നല്ലതാണെന്ന്? പറയോ? മദ്യപാനം നല്ലതാണോ? അല്ല. നല്ലതല്ലാത്തൊരു കാര്യം സുനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്, ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ മാഡം, ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, നമ്മളറിയില്ല. അപ്പം നമ്മൾക്ക് വരുന്ന ആ മാറ്റം, ഹാലുസിനേഷൻസ് വരും, പാരനോയ്യ വരും. പാരനോയ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക, സംശയിക്കാൻ തോന്നുക, എല്ലാം ചെറിയ കാര്യം വലുതായിട്ടിങ്ങനെ നമുക്ക് തോന്നുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അതിനെയൊന്നും മാനസിക രോഗിയായിട്ടോ ഒന്നുമല്ല നമ്മൾ ചിത്രീകരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾക്കറിയില്ലേ, ബ്ലാക്ക് ഔട്ട്. രാത്രി വന്ന് കിടന്ന് അടിച്ച് തകർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറയണത്. അതിനെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്, ആൽക്കഹോളിക് ബ്ലാക്ക് ഔട്ട്. ആൽക്കഹോളിക് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും അപ്പുറത്തുള്ള എല്ലാ ഭ്രാന്ത് പോലുള്ള അവസ്ഥകളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിറ്റേ ദിവസം നോർമലായിട്ട് എണീറ്റ് ഒന്നും അറിയാത്ത പോലെ പോവുക. ഓരോ ദിവസവും ആവർത്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ഞാൻ മദ്യപിക്കത്തില്ല എന്ന്, പക്ഷേ വീണ്ടും മദ്യപിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുസ്വഭാവങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ വൻ വിപത്താണ് സുനിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റും കൂടിയാണ് ആളുകൾ മുതലെടുക്കുക, കൂട്ടുകാർ വന്ന് കൂടുക, കുടിക്കാനായിട്ട് ആളുകളുണ്ടാകുക. അല്ല, കുടിയന്മാർക്ക് തന്നെ ഒരു ഗ്രൂപ്പും ഫ്രണ്ട്സും ഒക്കെ ഒരുപാടുണ്ട്. അതൊന്നും ഒരു നല്ല കൂട്ടല്ല. ഒരു ആത്മീയ കൂട്ടായ്മ പോലെയാണോ കള്ളുകുടിയന്മാരുടെ കൂട്ടായ്മ? അവിടെ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണോ? അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നിൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുന്നതും മുഖത്ത് നോക്കി ആ രീതിയിൽ സംസാരിക്കാൻ വരുന്നതും അത്തരം കൂട്ടായ്മകളുടെ ഉണ്ടാകുന്നൊരു ഫലമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ നിർദ്ദേശിച്ചതുപോലെ ഒരു ഡോക്ടറിനെ കാണുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചെറുതാകുന്നില്ല. നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കി, 2 കുട്ടികളുണ്ട്, ഒരു ജീവിതമുണ്ട്. 2 കുട്ടികളെക്കാളും നിങ്ങളുടെ ഒരു ജീവിതം മുന്നിൽ കിടക്കുകയാണ്. നാട്ടുകാരെ കൊണ്ട് കളിയാക്കുകയും പരിഹസിപ്പിക്കുകയും ചെയ്യാതെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്ന് രണ്ടുപേരും ഒന്ന് നോക്കുകയല്ല, നിങ്ങൾക്ക് അതിനൊരു മറുപടി ഡോക്ടറിൻ്റെ ഇന്ന് കിട്ടും. അത് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ചെയ്യണം. നിർദ്ദേശിച്ച പ്രകാരം
നിങ്ങൾ രണ്ടുപേരും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുപോലെ എത്രയോ പേര് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ പറഞ്ഞത് കേട്ട് ആ വാക്ക് കറക്റ്റായിട്ട് അവർ അപ്രകാരം തന്നെ നടന്നിട്ട് ഇന്ന് സന്തോഷമായി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ നിരന്തരം ഞങ്ങളെ വിളിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു എന്ന ആ സന്തോഷം ഞങ്ങളോട് പങ്കുവെക്കുന്നതുമുണ്ട്. ഇവിടുന്ന് പോയ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും, ആദ്യം ഒരു കുട്ടിയായിരുന്നു, അത് വഴക്കും ബഹളുമായി, കുട്ടിക്ക് 7 വയസ്സോ മറ്റുണ്ടായിരുന്നു, ബഹളവും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നു, പിരിയാനുള്ളത് വന്ന് ഞങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് രണ്ടാമതൊരു കുട്ടിയായി. വളരെ സന്തോഷമായിട്ട് ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരുപോലെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അത് ചെയ്യുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ ഒരു ഡോക്ടറെ കണ്ടാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് കേട്ടോ. പോയി കാണണം. ഇതുകൊണ്ട് നിങ്ങൾക്കേ ഗുണമുള്ളൂ, ഞങ്ങൾക്കില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഞങ്ങൾക്കിത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പിരിയാണെങ്കിൽ പിരിഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ നിർത്താം. ഈ കുടുംബ കോടതി പോയിക്കോളൂ, ഇല്ലേ നിങ്ങൾ ഒരുമിച്ച് എല്ലാം ഞങ്ങൾക്കത് ബാധിക്കുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ ഒരു മനസാക്ഷി ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ നന്നായി പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുമുണ്ട്. നിങ്ങൾ വന്നിരിക്കുമ്പോൾ അയ്യോ നല്ലൊരു കുടുംബം നന്നായി പോട്ടെ എന്നുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിതൊക്കെ പറയണത്. ഞങ്ങൾക്കിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും ഇത്രയും മെനക്കെടുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിൽ നന്മയേ ഉണ്ടാവുള്ളൂ, തിന്മ ഉണ്ടാവില്ല കേട്ടോ. പോയി ഡോക്ടറെ പറ്റുമെങ്കിൽ നാളെ തന്നെ എത്രയും വേഗം പറ്റുമോ കണ്ട് അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ കൊണ്ടു. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം തീർച്ചയായിട്ടും എല്ലാവിധ നന്മകളും ഉണ്ടാവും, സന്തോഷമായിരിക്കും. ആ മകളുടെ കല്യാണം വരുമ്പോൾ ഇവിടേക്കൊന്ന് അറിയിച്ചാൽ സന്തോഷം ഞങ്ങൾക്ക്. അച്ഛനും അമ്മയും കൂടെ ഒന്ന് ഒരു ഇൻവിറ്റേഷനൊക്കെ അയച്ചാൽ ഞങ്ങൾക്കും ഒരു സന്തോഷം. അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് അതൊക്കെയേ ഉള്ളൂ സന്തോഷം. എല്ലാ നന്മകളും ഈ കുടുംബത്തിന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഖമില്ലാത്ത തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുമായിട്ടാണ് സുനിതയുടെ പ്രശ്നം. പക്ഷെ എൻ്റെ കല്യാണത്തിന് മുമ്പ് അതുപോലെ ആനയുടെ ജോലിക്ക് പോയപ്പോൾ ആന കുത്തിയിട്ടുണ്ട്. അത് കല്യാണത്തിന് മുമ്പാണ്. അത് ശരി. അത് പെട്ടെന്ന് ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ട് നിന്ന് കാലിൻ്റെ ഈ വിരലിലൊരു പെരുപ്പ് പോലെ വന്നിട്ട് കാല് രണ്ടും അങ്ങ് തളർന്നു പോയി. എൻ്റെ അമ്മാവൻ്റെ വസ്തുവിലാണ്, 5 സെൻറ്റ് വസ്തുവിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വീട് വെക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ കാതിലും കഴുത്തിലും കിടന്നത് വിറ്റ് പിന്നെ ഒരു ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാനൊരു ചെറിയ വീടാണ് വെച്ചത്. ഇപ്പം എന്താ അവർ ആ വീട് തരില്ല എന്ന് പറയാൻ കാരണം? അവർക്ക് എൻ്റെ ഭർത്താവിനെ നോക്കിയാൽ കടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവർക്കത് വിറ്റേ കടം തീർക്കാൻ പറ്റുള്ളൂ. മെഡിക്കൽ കോളേജിൽ 6 മാസം കിടന്നാലും 5 ലക്ഷം ഉറുപ്പ്യ ആവാൻ എനിക്കറിയില്ല. ഒരു വിശ്വാസക്കുറവ്. 1-2 ലക്ഷം രൂപ എന്തായാലും ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, ഉണ്ണി പറഞ്ഞല്ലോ 1 ലക്ഷത്തിൽ കൂടുതലുണ്ടെന്ന്. അത് അച്ഛൻ്റെ കയ്യിലാണ് കിട്ടിയത്. എന്ന് വന്നത് ആശുപത്രിയിലാ കൊണ്ടുവന്ന നാട്ടുകാർ കൊണ്ടുവന്ന പൈസ ആര് തന്നു? ആ വീട് കെട്ടുന്നതിന് ഇവർ ഒരു ചെലവും നടത്തിയിട്ടില്ലേ? ഇപ്പൊ വെച്ച വീടിന് അവരും ചെലവാക്കിയിട്ടുണ്ട്, ഞാനും ചെലവാക്കിയിട്ടുണ്ട്. അവിടെ എന്തൊരു ചെലവാക്കിയിട്ടുണ്ട്? ആ വീട് പുതിയ വീട് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല. എന്തൊരു ചെയ്തെന്ന് പറ. എന്താവട്ടെ കാര്യം പറ, അച്ഛൻ പറ, കാര്യം പറ. അതിന് കഥം ജനൽ വിട്ടാ അതിന്റെ കമ്പും തടി ആക്കുള്ളത്. കമ്പും തടി ആക്കുള്ളത് ഏത് കമ്പും തടി? അത് ഇരിക്കുന്ന കമ്പും തടി ഏത്? അവൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്, അച്ഛാ അവളെ അമ്മയുടെ പേരിക്കും നമുക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞവനാണ്. ഇല്ല സാറേ, അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞവനാണ്. കത്തിയെടുത്ത് കുത്തിയിട്ടാണ് സാറേ ഇറങ്ങിയത്. ഞാൻ കുത്തിയില്ല. ഞാൻ ഇത്രയും കാലം ഈ കിടന്ന കഷ്ട 2-3 പ്രാവശ്യം ഞാൻ ഈ കിടന്ന പണം മാറ്റിട്ട് എനിക്ക് ഒരു ഗതിയില്ലാത്ത ഒരു വിധിയാക്കി തന്നല്ലോ എന്റെ ഭഗവാനെ. ഇത്രയും വരെ അവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. സമാധാനമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം:
പ്രൊഡ്യൂസർ കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ ജീവിതം@amൃതtv.com.